ശ്രീ സന്ദീപ് വാര്യർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. എന്തായാലും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ പരാജയം തന്നെയാകും പ്രധാന ചർച്ചാ വിഷയമാകുക. എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം വരും നാളുകളിൽ പ്രത്യേകിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം ഉൾപ്പെടെ കനത്ത തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഘടകകക്ഷികളുടെ അതൃപ്തി ഒക്കെ തന്നെ സമവായത്തിൽ എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ LDFനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതികൂല സാഹചര്യം തന്നെയായിരിക്കും സൃഷ്ടിക്കുക? രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ആ മുന്നണി തന്നെയാണ്. ആ മുന്നണിയുടെ ആഭ്യന്തര കാര്യവുമാണ്. പക്ഷേ പൊതുവായി തെരഞ്ഞെടുപ്പിൽ LDFന് സംഭവിച്ചിട്ടുള്ള വലിയ തിരിച്ചടി, പ്രത്യേകിച്ച് CPMന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള അടിസ്ഥാന വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള വലിയ ചോർച്ച, അത് BJPക്ക് ലഭിച്ചത് വരും ദിവസങ്ങളിൽ LDFനകത്ത് CPM രാഷ്ട്രീയത്തിനകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പ്രത്യേകിച്ച് പുന്നപ്ര വയലാർ പോലെ വിപ്ലവത്തിന്റെ മണ്ണായിട്ടുള്ള പുന്നപ്ര വയലാറിൽ BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വലിയ ലീഡ് കരസ്ഥമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ബൂത്തായിട്ടുള്ള പിണറായി പാറപ്പുറത്ത് BJP വലിയ വോട്ട് മുന്നേറ്റം ഉണ്ടാക്കുന്നു. പിണറായി പഞ്ചായത്തിൽ തന്നെ വലിയ മുന്നേറ്റം വോട്ടിങ്ങിൽ ഉണ്ടാക്കുന്നു. മൊറാഴയിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയലാഭം കൊണ്ട വിപ്ലവത്തിന്റെ എല്ലാ ഭൂമികകളിലും താമര വിരിയുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് ചോർച്ച LDFിൽ നിന്ന് CPMൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് നടന്നിട്ടുള്ളത്. അടിസ്ഥാന ജനവിഭാഗം CPMൽ നിന്ന് അകലുകയും അത് BJPയിലേക്ക് ഷിഫ്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആണ് കടന്നുപോയത്. പ്രത്യേകിച്ച് സാധാരണക്കാരായ മനുഷ്യരുടെ ക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാൻ 7 മാസക്കാലം കൊടുക്കാൻ സാധിക്കാതെ വന്നത്, KSRTCയിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത, ശമ്പളം കൊടുക്കാൻ കഴിയാത്ത പ്രതിസന്ധി, വലിയ പ്രതിസന്ധിക്കിടയിൽ മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളും ചേർന്ന് നടത്തുന്ന ധൂർത്ത്, ധാരാളിത്തം. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പല അഴിമതി കേസുകളിൽ അതല്ലെങ്കിൽ മാസപ്പടി ഉൾപ്പെടെയുള്ള കേസുകളിൽ ആരോപണ വിധേയയായിരിക്കുന്ന സാഹചര്യം, ഇതെല്ലാം CPMന്റെ അണികൾക്കുള്ളിൽ ആ പാർട്ടിക്കെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് CPMനുള്ളിൽ LDFനുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്.